സാബുക്കാട് റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ദിബ്ബ യാത്രയിലാണ്. ദിബ്ബയിലേക്ക് പോകുന്ന പരിപാടിയാണ്. ഞാൻ സാബുക്ക അതുപോലെ നാസിക. ഓക്കെ, അപ്പോൾ യാത്രയിലെ നൈറ്റ് യാത്രയൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. കാര്യം ഫുള്ള് ഇതേപോലെ ലോറികളുണ്ടാവും. ഓക്കെ, ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നോക്കിയും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പടിക്കും. ഒരുപാട് ആക്സിഡന്റ് നടന്ന റോഡാണ് അത്ര. അതുകൊണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇത്ര മറ്റേ എന്താണ് ഒരു കണ്ടെയ്നർ അല്ലേ? കണ്ടെയ്നർ അല്ല, മറ്റേ സാധനം, മറ്റേ കോറിയിൽ നിന്ന് ഇരുന്ന വണ്ടി സാധനമാണത്. ഏത് റോഡാന്ന് പറഞ്ഞേ? പണ്ടത്തെ ട്രക്ക് റോഡ്. പണ്ടത്തെ ട്രക്ക് റോഡാണ് ഇത് റോഡ്. അപ്പൊ ഇതല്ല, നമ്മള് ദിബ്ബ റോഡ്. ദിബ്ബയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങള്. ദിബ്ബ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഹാഷിംകാടത്തേക്ക് എത്താൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു 35 കിലോമീറ്ററുള്ള നല്ല അടിപൊളി റോഡാണ്. റാസൽ ഖൈമ എയർപോർട്ടാണ് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് അബൌട്ട്. ഈ റൗണ്ട് അബൌട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റാസൽ ഖൈമ. റൗണ്ട് അബൌട്ട് സ്ട്രേറ്റ് പോയാൽ ഡിപ്പ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടിരുന്നു. അല്ലെങ്കിൽ നോക്കിയാൽ എത്ര വണ്ടിയാന്ന് നോക്കിയാൽ എത്രയോ നോക്കിയണ്ട, എത്ര കിലോമീറ്ററോളം നമ്മളുടെ ഈ കോറിൽ നിന്ന് വരുന്ന ഈ ലോറികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ യുഎയിലുള്ള ഒരുവിധം സിമെന്റ് ഫാക്ടറീസ് ഒക്കെ ഈ ഏരിയയിലാണ്. ഈ റോഡ് ഇവിടെ നമ്മൾ ഈ റൗണ്ട് അബൌട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ റാസൽ ഖൈമ. നേരല്ലേ? നേരെ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഏകദേശം ഒരു 10-30 കിലോമീറ്ററിന് അടുത്തുണ്ടാവും. അല്ല, സംഭവം ഞാനവിടെ പിന്നെ പോയിട്ടോ. പക്ഷെ കിലോമീറ്റർ അറിയാത്തന്നെ നല്ല സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് റാസൽ ഖൈമ. എയർപോർട്ടിലൊക്കെ ഞാൻ നടന്നിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട്. റോഡ് സൈഡില്. അയ്യോ, അതിന്റെ അപ്പുറത്ത് ഒരു മറ്റേ നാട്ടിന്ന് കോഴിക്കോട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷെ അവര് ഇതില്ലേ, വെറും ഇത് മാത്രമേ ഉള്ളൂ, കാർഗോ മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ട് അവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. ഇപ്പൊ പാസഞ്ചർ ഫ്ലൈറ്റ് ഉണ്ട്. ഉണ്ടല്ലേ? വീക്ക്ലി 2 ടൈം പ്രൈസ് ഉണ്ടല്ലേ? എയർ അറേബ്യ സർവീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ആഷിം ഖാനെ കണ്ട് നമുക്ക് അടുത്ത വീഡിയോ കിടക്കുന്ന നോക്കിയാൽ പറ്റിക്കാണ് നമ്മളുടെ ഇത് വരുന്നത് അല്ലേ? കോറിന്ന് വരുന്ന വണ്ടികൾ. പക്ഷെ ഇതൊക്കെ ഇവിടെ പിടിച്ചിട്ടാ. ഇവർക്കൊരു സമയം ഉണ്ടെന്നുണ്ട്. ഇപ്പൊ ഇത് അവിടെ ലാൻഡ് ചെയ്യും, പിന്നെ ഒരു സമയത്തിനനുസരിച്ചായിരിക്കും എല്ലാരും കൂടി പോവാ. എന്തല്ലേ ഇതൊക്കെ അവിടുന്ന് വരണല്ലേ? ഒമാനിൽ പോണ വണ്ടികളുണ്ടാവും. നമ്മളിപ്പോ നിയർലി ഒമാൻ ബോർഡറാണ്. അതേപോലെ ഡിബേന്നൊരു 10-15-20 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ കോർഫക്ക എന്നൊരു പ്ലേസ്. കോർഫക്കാനിലൊരു സ്ഥലമുണ്ട്, മദ്ഹ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഒമാന്റെ സ്ഥലമാണ്. നല്ല വൈബാണ്, അടിപൊളി വൈബാണ്, സൂപ്പർ വൈബാണ്. ഹലോ, അപ്പോൾ ഞങ്ങൾ ദിബ്ബയിൽ പോകുന്ന വഴി ഞങ്ങൾ ദിബ്ബയിലേക്ക് ഇനി 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ടൊരു ഒരു കോഫി കുടിക്കാൻ ഇറങ്ങിയാണ്, ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഓക്കെ, ഏകദേശം നുജൂം അൽ സറം എന്ന ഹോട്ടലിൽ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ദിബ്ബ. ഓക്കെ, മാക്സിമം അരമണിക്കൂർ ഫുഡ് കഴിക്കുന്ന സമയവും റണ്ണിങ് സമയം. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ദിബ്ബയിലേക്ക് 20 കിലോമീറ്റർ അല്ലേ? 25 കിലോമീറ്റർ ഉണ്ട്. ഇതിൻ്റെ പകൽ വീഡിയോ ഒക്കെ നിങ്ങൾ പല വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നൈറ്റ് റൈഡാണ് ഇപ്പോൾ 20 കിലോമീറ്റർ. 2 സൈഡും അത്യാവശ്യം നല്ല മലനിരകളാണ്. ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിയാണ്. നൈറ്റിൽ വേറൊരു വൈബാണ്. നൈറ്റിൽ അതൊക്കെ ആസ്വദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം മലകളൊന്നും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഞങ്ങളുടെ യാത്ര വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ അടിച്ച് ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് വീണ്ടും 20 കിലോമീറ്റർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്.